നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ടൈപ്സ് ആണ്. ഒപ്റ്റിക്കൽ ഫൈബറിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിനെ പല തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഒപ്റ്റിക്കൽ ഫൈബർ ഉണ്ടാക്കുന്നത്. സോ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഒപ്റ്റിക്കൽ ഫൈബർ, അതിൻ്റെ ബേസിൽ ഒപ്റ്റിക്കൽ ഫൈബറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ എത്ര മോഡ്സ് ആണ് ഒപ്റ്റിക്കൽ ഫൈബറിനകത്തൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ ബേസിൽ ഒപ്റ്റിക്കൽ ഫൈബറിനെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫൈബറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ, അതിൻ്റെ ബേസിലും ഒപ്റ്റിക്കൽ ഫൈബറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് 3 ക്ലാസിഫിക്കേഷനാണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ്, എന്ത് മെറ്റീരിയൽ വെച്ചാണ് ഒപ്റ്റിക്കൽ ഫൈബർ ഉണ്ടാക്കിയേക്കുന്നത്, അതിൻ്റെ ബേസിൽ ഒപ്റ്റിക്കൽ ഫൈബറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എത്ര മോഡ്സ് ആണ് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, നമ്പർ ഓഫ് മോഡ്സ് ദാറ്റ് ആർ ട്രാൻസ്മിറ്റഡ് ഇൻ ടു ദ ഫൈബർ, അതിൻ്റെ ബേസിൽ ഒപ്റ്റിക്കൽ ഫൈബറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ, ഫൈബറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈലിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഓരോ ക്ലാസിഫിക്കേഷനായിട്ട് നോക്കാം. സോ നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ് യൂസ്ഡ് ആണ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിന് വേണ്ട മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഒപ്റ്റിക്കൽ ഫൈബറിന് വേണ്ടുന്ന മെറ്റീരിയലിൻ്റെ സെലക്ഷന് വേണ്ടുന്ന ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ, ഈ മെറ്റീരിയൽ ലൈറ്റ് വേവ്സിന് ഒരു എഫിഷ്യൻറ്റ് ഗൈഡായിരിക്കണം. അതായത് ലൈറ്റ് വേവ്സ് അതിന് ലോസ് ഇല്ലാതെ ഈ മെറ്റീരിയലിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. സോ ലൈറ്റ് വേവിന് ഒരു എഫിഷ്യൻറ്റ് ഗൈഡായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. ലൈറ്റ് വേവിന് ഒരു എഫിഷ്യൻറ്റ് ഗൈഡായിരിക്കണം എന്ന് പറയുമ്പം വേണ്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഒന്നാമത് സ്കാറ്ററിങ് കുറവായിരിക്കണം, ലോ സ്കാറ്ററിങ് ആയിരിക്കണം. ലൈറ്റ് വേവിന് ഒരു എഫിഷ്യൻറ്റ് ഗൈഡ് ആവുക എന്ന് വെച്ചാൽ ലോ സ്കാറ്ററിങ് ആയിരിക്കണം. അതുപോലെ ഒപ്റ്റിക്കൽ എനർജിയുടെ ലോസ് കുറവായിരിക്കണം. ഒപ്റ്റിക്കൽ എനർജിയുടെ ലോസ് കുറവായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ലോസ് ഉണ്ടാവുന്നത് പ്രൊപ്പഗേഷൻ്റെ ടൈമിലുണ്ടാവുന്ന അബ്സോർപ്ഷനും അറ്റിന്യുവേഷനും ഡിസ്പേർഷനും കാരണമാണ് ലോസ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എങ്ങനത്തെ ആയിരിക്കണം, നമ്മൾ ചൂസ് ചെയ്യുന്ന മെറ്റീരിയലിനകത്ത് അബ്സോർപ്ഷനും അറ്റിന്യുവേഷനും ഡിസ്പേർഷനും കുറവായിരിക്കണം, എന്നാൽ ഒപ്റ്റിക്കൽ എനർജിയുടെ ലോസ് കുറവായിരിക്കും. സോ നമ്മളൊരു മെറ്റീരിയൽ ചൂസ് ചെയ്യുമ്പം ആ മെറ്റീരിയൽ ലൈറ്റിൻ്റെ എഫിഷ്യൻറ്റ് ഗൈഡായിട്ട് ആക്ട് ചെയ്യണം. ലൈറ്റ് വേവ്സിന് എഫിഷ്യൻറ്റ് ഗൈഡായിട്ട് ആക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്കാറ്ററിങ് കുറവായിരിക്കണം. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ എനർജിയുടെ ലോസ് കുറവായിരിക്കണം. ഒപ്റ്റിക്കൽ എനർജിയുടെ ലോസ് കുറവായിരിക്കണമെന്നുണ്ടെങ്കിൽ അബ്സോർപ്ഷനും അറ്റിന്യുവേഷനും ഡിസ്പേർഷനും കുറവായിരിക്കണം. അപ്പോൾ മെറ്റീരിയലിൻ്റെ ബേസിൽ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഗ്ലാസ് വെച്ചിട്ടും പിന്നൊന്ന് പ്ലാസ്റ്റിക് വെച്ചിട്ടും. സോ ഫൈബറിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഗ്ലാസ് ഫൈബറും പ്ലാസ്റ്റിക് ഫൈബറും. ഗ്ലാസ് ഫൈബർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്, ഗ്ലാസ് വെച്ചിട്ടായിരിക്കും. ഗ്ലാസ് ഫൈബറിനകത്ത് കോറും ക്ലാഡിങ്ങും ഗ്ലാസ് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ഗ്ലാസ് ഫൈബറിൽ ഏറ്റവും മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെറ്റീരിയൽ ഏതാണ്, അത് സിലിക്കയാണ്. സിലിക്കയുടെ കേസിൽ 850 നാനോമീറ്റർ വരുമ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര വരും, 1.458 വരും. സിലിക്കയുടെ കേസിൽ 850 നാനോമീറ്ററിൻ്റെ കേസിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.458 വരും. അപ്പം നമുക്ക് കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറച്ച് കൂടുതലായിരിക്കണം, ക്ലാഡിങ്ങിൻ്റെതിനേക്കാളും കൂടുതലായിരിക്കണം. അപ്പോൾ നമ്മൾ കോറിൻ്റെ കൂടെ എന്നാ കൂടെ ആഡ് ചെയ്യും, കോറിൻ്റെ കൂടെ മെറ്റൽ ഓക്സൈഡ്സ് ആഡ് ചെയ്യും. എന്തിനാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈ 1.458നേക്കാളും കുറച്ച് കൂടുതലായിരിക്കണം കോറിന്. അങ്ങനെ നമ്മൾ ആഡ് ചെയ്യുന്ന മെറ്റൽ ഓക്സൈഡ്സ് ആണ് B2O3, GeO2 അല്ലെങ്കിൽ P2O5. സോ നമ്മുടെ സിലിക്ക SiO2ൻ്റെ കൂടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറച്ച് കൂടുതലായിരിക്കണം കോറിന്. അപ്പോൾ നമ്മൾ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂട്ടാൻ വേണ്ടി ആഡ് ചെയ്യുന്നതാണ് B2O3, GeO2 അല്ലെങ്കിൽ P2O5. ഇതൊക്കെ ആഡ് ചെയ്യും. ഗ്ലാസ് ഫൈബേഴ്സ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ലോ മെൽറ്റിംഗ് സിലിക്കേറ്റ്സ് വെച്ചിട്ടാണ്. അതായത് സോഡ ലൈം സിലിക്കേറ്റ്, ജർമ്മൻ സിലിക്കേറ്റ്, അതുപോലെ ബോറോസിലിക്കേറ്റ് ഗ്ലാസ്, അങ്ങനെ ലോ മെൽറ്റിംഗ് സിലിക്കേറ്റ്സ് വെച്ചിട്ടാണ് ഗ്ലാസ് ഫൈബേഴ്സ് ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ കാറ്റഗറിയാണ് പ്ലാസ്റ്റിക് ഫൈബർ. സോ നെക്സ്റ്റ് കാറ്റഗറി പ്ലാസ്റ്റിക് ഫൈബർ. പ്ലാസ്റ്റിക് ഫൈബർ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പ്ലാസ്റ്റിക് ഫൈബേഴ്സ് എന്ത് വെച്ചാണ് ഉണ്ടാക്കുന്നത്, പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ടഫ് ആൻഡ് ഡ്യൂറബിൾ ആണ്. പ്ലാസ്റ്റിക് ഫൈബേഴ്സ് ടഫാണ്, ഡ്യൂറബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ ഈസിയാണ്. സോ പ്ലാസ്റ്റിക് ഫൈബേഴ്സ് ഉണ്ടാക്കുന്നത് പ്ലാസ്റ്റിക് വെച്ചിട്ടാണ്. അവർക്ക് ടഫ്നെസ്സും ഡ്യൂറബിലിറ്റിയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ
അത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ ഈസിയാണ്. ഇനി പ്ലാസ്റ്റിക് ഫൈബേഴ്സിൻ്റെ വേറൊരു പ്രത്യേകതയാണ് അവർ ഹൈ ന്യൂമറിക്കൽ അപ്പർച്ചർ പ്രൊവൈഡ് ചെയ്യും. പ്ലാസ്റ്റിക് ഫൈബേഴ്സിന് ന്യൂമറിക്കൽ അപ്പർച്ചർ കൂടുതലായിരിക്കും, ഹൈ ന്യൂമറിക്കൽ അപ്പർച്ചർ പ്രൊവൈഡ് ചെയ്യും. അപ്പം അതിൻ്റെ ന്യൂമറിക്കൽ അപ്പർച്ചറിൻ്റെ വാല്യൂ ആണ് അറൗണ്ട് 0.58 വരെ ന്യൂമറിക്കൽ അപ്പർച്ചർ ഉണ്ട്. അതുപോലെ ആംഗിൾ ഓഫ് അക്സെപ്റ്റൻസ് കൂടുതലാണ്. ഗ്ലാസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം പ്ലാസ്റ്റിക് ഫൈബേഴ്സ് ഹൈ ന്യൂമറിക്കൽ അപ്പർച്ചർ പ്രൊവൈഡ് ചെയ്യും, അറൗണ്ട് 0.58. അതുപോലെ തന്നെ അവരുടെ ആംഗിൾ ഓഫ് അക്സെപ്റ്റൻസ് കൂടുതലാണ്, 70 ഡിഗ്രിയൊക്കെ വരുന്നുണ്ട് ആംഗിൾ ഓഫ് അക്സെപ്റ്റൻസ്. ഗ്ലാസ് ഫൈബേഴ്സിനേക്കാളും ആംഗിൾ ഓഫ് അക്സെപ്റ്റൻസ് കൂടുതലാണ്. ഇതിൻ്റെ കാരണം എന്താ പറയുന്നതെന്ന് വെച്ചാൽ കോറും ക്ലാഡിങ്ങും തമ്മിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇത്തിരി കൂടുതലാണ്. പ്ലാസ്റ്റിക് ഫൈബേഴ്സിൽ കോറും ക്ലാഡിങ്ങും തമ്മിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഡിഫറൻസ് കൂടുതലാണ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് സിംഗിൾ മോഡ് ഫൈബേഴ്സും മൾട്ടി മോഡ് ഫൈബേഴ്സും. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. താങ്ക്